അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ ഇന്ന് രാവിലെ നല്ല മൂടായിരുന്നു. ആക്ച്വലി രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിറച്ച് ചന്ദ്രക്കാരൻ മാങ്ങ ഒക്കെ യമ്മി ടേസ്റ്റ് അറിയാമെങ്കിൽ ചപ്പി പിടിക്കുമ്പോൾ ഭയങ്കര ക്രേസാണ്. അപ്പം അത് വിളഞ്ഞ് കിടക്കട്ട് കറങ്ങി രാവിലെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ പോയി തോട്ടിയൊക്കെ പോയി ഞങ്ങൾ ലാവിഷിട്ട് കുറേ മാങ്ങ പറിച്ച് കുറച്ച് ചക്കയൊക്കെ പറിച്ച് വണ്ടി നിറച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് വന്ന വഴിയാൻ വിചാരിച്ചു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കമ്പ്യൂട്ടറും സെൽഫി സ്റ്റിക്കും സാധനമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ചുമ്മാ ഇപ്പോൾ വീട്ടിൽ പോയി പ്രത്യേകിച്ച് കുറച്ച് പഠിക്കാനുണ്ട്, എന്നാലും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരെ വൈപ്പിനൊക്കെ കടന്ന് ഞാൻ ചുമ്മാ വണ്ടി വെച്ച് ഈ ഒരു ബീച്ചിലെത്തി. ബീച്ചിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. നമ്മുടെ ഫോക്കസ് നമ്മളുടെ യൂസഫാണ്. അൽഹംദുലില്ലാ. അപ്പോൾ സൂറ യൂസഫിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച് നിർത്തിയത് ആയ നമ്പർ 15. യെസ്, ആയ നമ്പർ 15ആയിരുന്നു. ആയ നമ്പർ 15 നമ്മൾ പറഞ്ഞത് ഇതാണ്, അവിടെ നിർത്തിയത് ഇതായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നമ്മുടെ ബ്രദേഴ്സ് കൊണ്ടുപോയി, ഓക്കെ, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. ബട്ട് ദേ ഡിഡ്ന്റ് ഗെറ്റ് ദ പെർമിഷൻ ഓഫ് യാക്കൂബ് അലൈഹി ഇസ്ലാം ടു കിൽ ഹിം. ഓക്കെ, ദേ ഗോട്ട് ദ പെർമിഷൻ ടു ടേക്ക് ഹിം ഔട്ട്. ഓക്കെ, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് ഭയങ്കര പേടിയായിരുന്നു ഇതൊക്കെ ബ്രദേഴ്സിൻ്റെ കൂടെ വിടാൻ. ബിക്കോസ് യാക്കൂബ് അലൈഹി ഇസ്ലാം നന്നായിട്ട് അറിയാം ഇവന്മാർക്ക് ഭയങ്കര കുശുമ്പാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാം വളരെ കെയർഫുള്ളായിരുന്നു. പക്ഷെ പേടിയായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞ് എന്താണ് ഞങ്ങൾ ഇത്രയും വലിയൊരു ടീമല്ലേ, അവനൊന്നും സംഭവിക്കില്ല, വൈ യു ടോക്കിംഗ് ടു അസ് ലൈക്ക് ദിസ് ഇസ് നോട്ട് ഫെയർ എന്നൊക്കെ പറഞ്ഞ് ടിപ്പിക്കൽ വേയിൽ ഹാൻഡിൽ ചെയ്ത് ലൈക്ക് ദേ ടുക്ക് ഹിം ആൻഡ് ദെൻ ദേ ടുക്ക് ഹിം അവിടെ വെച്ചിട്ട് ഒരു വലിയ കിണറ്റിലേക്ക്, ഒരു ഡീപ്പായിട്ടുള്ള ഒരു കിണറ്റിലേക്ക് തള്ളി യാക്കൂബ് അലൈഹി ഇസ്ലാം, സോറി നോട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാം, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ബ്രദേഴ്സ് ഒരു വലിയ ഡീപ്പായിട്ടുള്ള ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടു. ഓക്കെ, ബട്ട് ആ തള്ളിയിടുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ഒരു കുഞ്ഞു വാവയാണ്, മേ ബി ലെസ് ദാൻ 10 years old. ഇദ്ദേഹത്തിന് നമ്മുടെ ആ യൂസുഫ് അലൈഹി ഇസ്ലാമിന് പഠിച്ച് ഒരു വഹി കൊടുക്കുകയാണ്, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്, സെയിങ് ദാറ്റ് ഡോണ്ട് വറി ചക്കരെ, ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് എ സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്. ഇതൊന്നും ഡയറക്റ്റ്ലി ആയില്ലാത്ത, ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, വരി ഇത് നിന്റെ ബ്രദേഴ്സിനോട് നീ ചോദിക്കുന്ന ഒരു ദിവസം വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യു ഡോണ്ട് വറി, യു റിലാക്സ്, ഓക്കെ, ഐ ആം ദേർ വിത്ത് യു എന്നുള്ള ഒരു കൺസലേഷൻ അവിടെ കൊടുക്കുകയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്. ഓക്കെ, അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ബ്രദേഴ്സ് ഒരു യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഷർട്ടിൽ കുറച്ച് ബ്ലഡ്, ഫേക്ക് ആയിട്ടുള്ള ബ്ലഡ് എല്ലാം തേച്ച് കരഞ്ഞ് പിടിച്ച് ഫാദറിൻ്റെ അടുത്ത് വരുന്നു. ഫാദറിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, സോറി ഫാദർ, മറ്റേ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഒരു ചെന്നായ വന്ന് കഴിച്ചു കൊന്നളഞ്ഞു, ഇത് അവൻ്റെ ഷർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ കാണിക്കുക. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് ക്ലിയറായിട്ട് മനസ്സിലാവും ഇമ്മാരെ എന്താ ചെയ്തത്. പക്ഷേ യാക്കൂബ് അലൈഹി ഇസ്ലാം ആസ് എ ഫാദർ അതിലേക്ക് പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഹി സെഡ്, I am just keeping my patience, okay, sabrun jameel, okay, ini ഞാൻ I'll complain only to Allah. ഇതൊന്നും ഡയറക്റ്റ്ലി ആയില്ല, I'm just telling you the gist of it, okay, because Allah knows what is happening, so I'm not worried. I know that നിങ്ങളുടെ എന്തോ ഈഗോ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ പറയുന്നതാണ് എന്ന് പറയുകയാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം. ജസ്റ്റ് ഇമാജിൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊരു വലിയ പോയിന്റാണ്. ദിസ് ഇസ് എ ബിഗ് ലെസൺ വിച്ച് വി ഹാവ് ടു ലേൺ ഫ്രം ദിസ് സൂറ. അണ്ടർസ്റ്റുഡ്? എന്താണ് നമ്മൾ ലെസൺ പഠിക്കുന്നത്? നമ്മളുടെ പിള്ളേരുടെ തെറ്റുകൾ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡോണ്ട് ഓൺ യുവർ ചിൽഡ്രൻ. ഇത് പഠിച്ചോ നമുക്ക് തന്നിരിക്കുന്നതാണ്, വളർത്താൻ വേണ്ടി തന്നിരിക്കുകയാണ്. യു ടേക്ക് ദം ബാക്ക്. ഓക്കെ, ദാറ്റ് ഇസ് എ പോയിന്റ് വിച്ച് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പഠിച്ചോ പറഞ്ഞ രീതിയിൽ അത് വളർത്താൻ ശ്രമിക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇസ്ലാം പറഞ്ഞു കൊടുക്കുക, ബാക്കി കാര്യം ക്യാരക്ടറിൽ ഫോക്കസ് ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ ശ്രമിക്കും. ആസ് എ പാരന്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഒരു എന്താ പറയുക, ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല ഹൗ ടു ബി എ ഗുഡ് പാരന്റ് എന്നുള്ളത്. വി മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്, ഓക്കെ, ആൻഡ് ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. എന്നിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക പഠിച്ചോണ്ട് മറിഞ്ഞിട്ട് കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഫൈനൽ ഗൈഡൻസ് കംസ് ഫ്രം അല്ലാഹ്. ഓക്കെ, അപ്പം ഇനിയിപ്പം നമ്മുടെ പിള്ളേർക്ക് ദീനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെയൊക്കെ ഇത്രയും പഠിപ്പിച്ചിട്ട് നിന്നെ നോക്കിയിട്ടുള്ള പിള്ളേർ പറഞ്ഞാൽ കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്.
We can keep reminding them, but you can't shout at them and send them out of the kafir aanu ninne nee veetti kettilla. You know, I have heard things happening like this. Okay, ende kochi kattoodilla, ende kochi niskerikkilla, njan ende jeevitham theernu idollu anganeyonnalla. Nuh alayhi islaminte ഫാമിലിയിലെല്ലാം വൈഫും മക്കളും എല്ലാം പലരും ഡിസ്ബിലീവേഴ്സ് ആയിരുന്നു. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മോൻ ഡിസ്ബിലീവർ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് വരെ ആ ആർക്കിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ മോൻ കയറിയിട്ടില്ല. അണ്ടർസ്റ്റുഡ്. പിന്നെ പ്രോഫറ്റ്സിന് നടക്കാത്ത കാര്യം ഹൗ ആർ വി ഗോയിങ് ടു ഡു യാർ? സീരിയസ്ലി നമുക്ക് ശ്രമിക്കാന്നല്ലേ പറ്റുള്ളൂ. ചെയ്യണം, നമ്മളുടെ അറിവ് വെച്ച് നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഡോണ്ട് ഫോഴ്സ് യുവർ ചിൽഡ്രൻ ടു കം ടു ഇസ്ലാം. Okay, don't force them. Give them the right information and let them decide, let them choose. You can support them from all sides. And if they commit a huge mistake, like how what has happened here with Yusuf alayhi salam ne kalanittu vannittu polum, look at the way Yaqub alayhi salam dealt with that 10 boys. He didn't shout at them, he didn't get angry with them, he just let them in. And he said, I will complain only to Allah, I'm not going to talk to you. And he was nice to them. He was not shouting. He didn't throw them out. Subhanallah, just imagine. It's amazing, right? അല്ലാണ്ട് നമ്മളുടെ നാട്ടിൽ എന്താ കാണുന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. I don't want to talk about it. The way the Muslims, 90% of the Muslims behave in our places, like horrible. I hate it. വെറുതെ ഫോഴ്സ് ചെയ്ത്, ജഡ്ജ് ചെയ്ത്, ബ്ലെയിം ചെയ്ത്. Subhanallah, I'm done with it. അപ്പോൾ നമ്മളുടെ പിള്ളേരും നമ്മളുടെ പഠിച്ചവർ, നമ്മൾ ഓൺ ചെയ്തില്ല, പഠിച്ചവർ നമുക്ക് തന്നിരിക്കുന്നതാണ്. അവർ ആ ഇൻഡിവിജ്വൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ലെറ്റ് ദം ഡിസൈഡ് വാട്ട് ദേ വാണ്ട്. യു ഗീവ് ദ ഗൈഡൻസ്, ഗീവ് ദ സപ്പോർട്ട്, ഗീവ് ദ റിമൈൻഡേഴ്സ്. ബട്ട് അറ്റ് വൺ പോയിന്റ് വി ഡോണ്ട് നോ വെൻ ദേ ആർ ഗോയിങ് ടു ടേൺ ബാക്ക് ടു Allah. So if you completely cut them off, you are losing a huge opportunity to bring them back to Allah. So never ever cut your children off. എന്ത് സംഭവിച്ചാലും be with them, be nice to them. At one and make lots of dua. That is the thing which we keep forgetting. Dua എന്ന് പറയുന്നത് ഒരു വലിയൊരു വെപ്പണാണ്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു 7 മിനിറ്റ് ഓ നോ. അപ്പോൾ ദുവ നന്നായിട്ട് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി മതി. കൊണ്ടുവരും പഠിച്ച് നമ്മളുടെ ദുവ സിൻസിയർ ആണെങ്കിൽ. ഐ എം ഡൂയിങ് ദാറ്റ് ഫോർ മൈ ചിൽഡ്രൻ.